Good morning, students. Adutha university question idana. Show that analytic function f of z equal to u plus iv is constant if its real part is constant. The December 2020 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ f of z കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അതിന്റെ റിയൽ പാർട്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. റിയൽ പാർട്ട് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ആ കോംപ്ലക്സ് ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ റിയൽ പാർട്ട് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇമേജിന്റെ പാർട്ട് കൂടി കോൺസ്റ്റന്റ് ആയാലാണ് കോംപ്ലക്സ് ഫംഗ്ഷൻ അനാലിറ്റിക് ആവും. അപ്പൊ റിയൽ ഇമേജിന്റെ പാർട്ടും കൂടി നമുക്ക് കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ f of z equal to u plus iv ആണ്. ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആണ് എങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്? ഈ u എന്ന് പറയുന്നത് റിയൽ പാർട്ട്, v എന്ന് പറയുന്നത് ഇമേജിനറി പാർട്ട്. u നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ ux കിട്ടും, y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യും uy കിട്ടും, v നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും vx കിട്ടും, v നെ നമ്മൾ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യും vy കിട്ടും. ഇങ്ങനെ നമുക്ക് 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കിട്ടിയിട്ടുണ്ട്. Cauchy Riemann equation പറയുന്നത് എന്താണ്? CR equations പറയുന്നത് ux is equal to vy. ഫസ്റ്റ് Cauchy Riemann equation. രണ്ടാമത്തെ Cauchy Riemann equation എന്താണ്? uy is equal to minus vx. ഇതാണ് രണ്ടാമത്തെ Cauchy Riemann equations. ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആണ് എങ്കിൽ Cauchy Riemann equation should satisfy. ആ ഫംഗ്ഷൻ Cauchy Riemann equation സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ux is equal to vy ആയിരിക്കും, ഒരു uy is equal to minus vx ആയിരിക്കും. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റിയൽ പാർട്ട് കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നത്. നമുക്ക് take u is equal to c. റിയൽ പാർട്ട് കോൺസ്റ്റന്റ് ആണ് since u is constant. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് റിയൽ പാർട്ട് കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നത്. u equal to c. ഇനി നമ്മൾ എന്ത് ചെയ്യണം? u കിട്ടും ux is equal to 0. ഇനി ഇതിനെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? uy is equal to 0. ഈ Cauchy Riemann equation പറയുന്നത് എന്താണ്? ux is equal to vy എന്ന് പറഞ്ഞാൽ vy is equal to ux is equal to 0. vy is equal to 0. അതുപോലെ രണ്ടാമത്തെ കേസിൽ എന്താണ്? uy is equal to minus vx എന്ന് പറഞ്ഞാൽ vx is equal to minus uy എന്താണ്? 0. അപ്പൊ നമുക്ക് vx is equal to 0 എന്ന് കിട്ടി, vy equal to 0 എന്ന് കിട്ടി. vy 0 ആണെങ്കിൽ എന്തായിരിക്കും? v is constant. Therefore v is constant. v എന്ന് പറയുന്നത് എന്താണ്? ഇമേജിനറി പാർട്ട് ആണ്. അപ്പോ റിയൽ പാർട്ട് ഓൾറെഡി കോൺസ്റ്റന്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഇമേജിനറി പാർട്ട് കോൺസ്റ്റന്റ് ആണെന്ന് കിട്ടി. Therefore f of z is equal to u plus iv is constant. u plus iv is constant. ഇത് ഡിസംബർ 2020 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി നമ്മളോട് ചോദിച്ചതാണ്. ഇവിടെ നമ്മൾ ഇത്രയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. തന്നിരിക്കുന്ന കോംപ്ലക്സ് ഫംഗ്ഷൻ അനാലിറ്റിക് ആണ് എങ്കിൽ it should satisfy Cauchy Riemann equations. Cauchy Riemann equations ഏതൊക്കെയാണ്? ux is equal to vy, uy is equal to minus vx. അത് ഓർത്തിരിക്കണം. എങ്ങനെയാണ്? u റിയൽ പാർട്ട്, v ഇമേജിനറി പാർട്ട്. അപ്പൊ x നെ നമ്മൾ u നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ux കിട്ടും, y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ uy കിട്ടും, x വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ vx കിട്ടും, ഇവിടെ v നെ y വെച്ച് ചെയ്യുമ്പോൾ vy കിട്ടും. എന്നിട്ട് ഇത് ഇങ്ങനെ നോക്കാം, ux എപ്പോഴും uy യോട് തുല്യം. അതാണ് ഫസ്റ്റ് Cauchy Riemann equation. ഇങ്ങനെ എടുക്കുമ്പോൾ uy is equal to minus vx. ഇത് രണ്ടുമാണ് Cauchy Riemann equations. അപ്പോ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ അനാലിറ്റിക് ആണ് എങ്കിൽ it should satisfy Cauchy Riemann equations. ux is equal to vy, uy equal to minus vx. ഇത് നമ്മുടെ പ്രോബ്ലത്തില് റിയൽ പാർട്ട് കോൺസ്റ്റന്റ് ആണെന്നാണ് പറയുന്നത്. റിയൽ പാർട്ട് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u equal to c ആണ്. u equal to c ആണെങ്കിൽ നമ്മൾ അതിനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x. അപ്പൊ ux എന്ത് കിട്ടും? 0 കിട്ടും. u നെ നമ്മൾ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, uy is equal to 0. ഇനി നമ്മുടെ Cauchy Riemann equation പറയുന്നത് എന്താണ്? vy is equal to ux. ux 0 ആണ്, vy equal to 0 കിട്ടി. uy is equal to minus vx. അപ്പോൾ vx എന്താണ്? minus uy, that is equal to 0. ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ? vy 0 ആണ്, vx 0 ആണെങ്കിൽ v എന്തായിരിക്കും? v കോൺസ്റ്റന്റ് ആയിരിക്കും. v കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ vy 0യും vx 0യും നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി? ഇതിന്റെ ഇമേജിനറി പാർട്ടും കോൺസ്റ്റന്റ് ആണ്.
റിയൽ പാർട്ടി യു കോൺസ്റ്റന്റ് ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു. നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ വി കോൺസ്റ്റന്റ് ആണെന്ന് കിട്ടി. യുവും വിയും കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ കോൺവെക്സ് ഫംഗ്ഷൻ എഫ് ഓഫ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഡിസംബർ 2020 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാണ്. കിട്ടും. ഓക്കെ.